അത് കുരിശ്, അതായത് ബേസിക്കലി ഇത് യേശുവിൻ്റെ കുരിശ്. എന്താണ് പറയാ? ഏയ് ഏയ് ഫ്ലോ പോയി കുരിശ്. ഒരു പ്രശ്നമില്ല, ഒക്കെ കൂടാ സാധനമുണ്ട്. ഗ്ലൂക്കോസ് വെള്ളാട്ടാ, ആൾക്കാർ തെറ്റിയിരിക്കും. ശരിയല്ലോ. എൻ്റെ മുകളിലത്തെ കപ്പോളയിലെത്തി. ഞാൻ ആദ്യം ഞാൻ തന്നെ എത്തിയിരിക്കുകയാണ്. ഇവരൊക്കെ ബാക്കിൽ ഇപ്പോൾ കണ്ട വളരെ ലാസ്റ്റ്. അപ്പോൾ ലുക്കിലല്ല കാര്യം. മച്ചാൻസ് ഇതുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എത്തി, ഞാനും ക്ലാരയും പുതിയൊരു വീഡിയോ ആയിട്ട്. ഞാൻ മാളയിൽ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോകുന്ന ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര സ്പിരിച്വൽ യാത്രയായിരിക്കും. പേടിക്കേണ്ട, പള്ളിയും അമ്പലവും എന്നല്ല കാണിക്കാൻ പോകുന്നത്, നല്ല അടിപൊളി സീനറിയും വ്യൂ ഒക്കെ ഉള്ള ഒരു മല തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. കനകമല, അതാണ് അതിൻ്റെ പേര്, കനകമല. നമ്മൾ കുരിശുമുടി എന്ന് പറയും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓൺ ദ വേ പറയാം. അപ്പോൾ കനകമല എന്ന് പറയുന്നത് ചാലക്കുടി അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് ഇന്നൊരു യാത്ര. ചെയ്ത പാപങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനും ക്ലാരും അല്ലാതെ 2 കുരുപ്പുകളും കൂടി ഉണ്ടാവും. കുരുപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസാണ്. അപ്പോൾ സ്റ്റുഡൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും എന്നെ അറിയുന്നവർ തന്നെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. എന്നാലും അറിയാത്ത 1% ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാൻ ഡെൻ്റൽ കോളേജിൽ ഒരു സ്റ്റാഫായിരുന്നു. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നതിൽ നിന്നാണ് ഈ സ്റ്റുഡൻസൊക്കെ കിട്ടിയത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ അവരുണ്ടാവും. ചാലക്കുടിയിൽ നിന്ന് കയറും. നല്ല കുത്തനെയുള്ള കയറ്റാന്നാണ് പറഞ്ഞത്, നല്ല സൂപ്പർ കുത്തനെയുള്ള കയറ്റാന്ന് പറയാം എന്നാണ് കേട്ടത്. അപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ പോയി നോക്കാം. ഇതിൻ്റെ വഴി അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മാപ്പിൽ സെൻറ്റ് ആൻ്റണീസ് കുരിശുമുടി എന്നോ അല്ലെങ്കിൽ കനകമല എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് സ്ഥലം വരും. ഹൈവേയിൽ ചാലക്കുടി കഴിഞ്ഞ് പോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വെറും 5 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ പള്ളിയുടെ അവിടേക്ക്. ഹായ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 കുരിപ്പുകളെ പിക്ക് ചെയ്യണമെന്ന്. ആ 2 കുരിപ്പുകൾ എത്തിയിട്ടുണ്ട്. ഈ 2 കുരിപ്പുകൾ. ഞാനപ്പോൾ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോയിൽ മുമ്പിൽ ഈ സൈഡിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ നടക്കണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. 2 കോപ്പി റൈറ്റഡ് സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും ആദ്യം ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് സ്റ്റുഡൻറ്റ്. പേര് പറയടോ. അപ്പോൾ 2 പേരും ചാലക്കുടി അറിയാത്ത ചാലക്കുടിക്കാരാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുത്തനുണ്ട്, മിഥുൻ. അവൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. അവനാണ് ആക്ച്വലി എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഇന്നലെയാണ് അവൻ്റെ വീട്ടിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയത്. അപ്പോൾ ഇതിനെ ഈ വ്ളോഗ് നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു വഴിക്ക് പോലെ ചെയ്ത പാപങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടട്ടെ എന്ന് വിചാരിച്ച് 2നെയും പൊക്കി. ഓക്കെ, പോവാം. വഴി അറിയില്ലല്ലോ. ഓക്കെ. ഓക്കെ, നമ്മൾ ഈ പള്ളിയിലെത്തി. നമ്മൾ കുരിശുമുടി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് എത്തുക. ഇതാണ് നമ്മുടെ മാർത്തോമ കുരിശുമുടി പള്ളി. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ സൈഡിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ്, ഇവിടം വരെയാണ് നമ്മുടെ വണ്ടി എത്തുള്ളൂ. ഇതിന് ശേഷം നേരെ മുകളിലേക്ക് നടന്ന് കയറണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റ് തോമസ് മച്ചാൻ. സെൻറ്റ് തോമസിൻ്റെ മധ്യസ്ഥത്തിലുള്ള സ്ഥലമാണിത്. പിന്നെ ഇതാണ് ഇവിടുത്തെ താഴത്തെ ഫസ്റ്റ് കുരിശ്, 1ാം സ്ഥലം എന്ന് പറയുന്നത്. ഇതുപോലെ 14 കുരിശ്, 14 സ്ഥലങ്ങളുണ്ട് മുകളിലേക്ക്. അപ്പോൾ ഇത് ബേസിക്കലി യേശുവിൻ്റെ കുരിശിൻ്റെ വഴി അത് നടത്തുന്ന സ്ഥലമാണിത്. മലയാറ്റൂരൊക്കെ പോലെ. ഇവിടെ പുതിയ റൂൾസൊക്കെ വന്നിട്ടുണ്ട്. ഈ കോവിഡിൻ്റെ കാരണം കാലത്ത് 6 മുതൽ 5 മണി വരെ ഇതിൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ സമയം 3:30 കഴിഞ്ഞ് 5 മിനിറ്റ്. യെസ്,
ഞാൻ മുകളിലേക്ക് എത്ര മിനിറ്റിൽ കയറുന്നു നോക്കാം. അവരൊക്കെ 45 മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂർ എടുക്കുമോ 1.5 മണിക്കൂർ എടുക്കുമെന്ന് കാണാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് റിസർവ് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എടുക്കുന്ന പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. പ്രത്യേകിച്ച് സമയം കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അവർ പറഞ്ഞ മലയാറ്റൂർ പള്ളിയുടെ കയറ്റത്തേക്കാളും നല്ല കുത്തനെയുള്ള കയറ്റമെന്നാണ് പറയണത്. മലയാറ്റൂർ പള്ളി നല്ല നീളത്തിലുള്ള കുറേ ദൂരം നടക്കാനുണ്ട്. പക്ഷേ ഇത് അത്ര ദൂരമില്ലെങ്കിലും നല്ല സ്റ്റീപ്പ് കയറ്റാമെന്നാണ് പറയണത്. പോയി നോക്കാം. ഒളിഞ്ഞ് വീഴരുത് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. അതായത് 2ാമത്തെ കുരിശ്. ഇവിടെ എത്തിയപ്പോഴേക്കൊരു നൈസ് വ്യൂ കിട്ടിയിട്ടുണ്ട്. മൂന്നാം സ്ഥലം കഴിഞ്ഞു. യേശു 2ാമത്തെ പ്രാവശ്യം വീണു. ഞാനിവിടെ ഇരുന്നു. എന്തായാലും ഗ്ലൂക്കോസും വെള്ളവും ബാക്കി ഫുൾ ടൂൾസൊക്കെ ആയിട്ടാണ് വന്നിരിക്കണേ. എന്തായാലും പറഞ്ഞ പോലെ നല്ല കുത്തനെ തന്നെ കയറ്റം. എന്തായാലും തോൽവി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശുമുടി 1940s ഇത് ശരിക്കും മുകളിൽ പോയി കുരിശ് വെച്ചത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അന്നത്തെ ഇവിടുത്തെ പള്ളിയിലെ അച്ഛൻ ഒരു ദിവസം രാത്രി ഇരിക്കുമ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് നല്ല പ്രകാശം കണ്ടു. അതേപോലെ കുരിശിൻ്റെ ഷേപ്പിൽ പ്രകാശവും കുരിശും എന്തൊക്കെയോ കണ്ടു. അപ്പോൾ അതിന് ശേഷം മുകളിൽ പോയി പിന്നെ കുരിശ് പ്രതിഷ്ഠിച്ചാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഇപ്പോഴും ഇവിടെ ദിവസം കുർബാന കാലത്ത് നടക്കുന്നുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് എല്ലാ ദിവസവും കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളിയാഴ്ച മാത്രമാണെന്ന് തോന്നുന്നു. എന്തായാലും അവരെ സമ്മതിക്കണം ദിവസം കാലത്ത് എൻ്റെ മുകളിലേക്ക് കയറി വരാനായിട്ട് അല്ലേ. നൈസായിട്ട് വേർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും എൻ്റെ പാപം കുറയില്ലടി. വന്മലകയറ്റം പൊന്നിനല്ല, പൊന്നിൻ കുരിശ്. 5ാം സ്ഥലം. ഓൾറൈറ്റ്. നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര നല്ല രസമുണ്ട്. കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ സൈഡിലൊക്കെ ഈ പ്ലാസ്റ്റിക് ഇടാനുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇടരുത്. ഫോറസ്റ്റാണ്. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇടാം. ഓക്കെ. ഇത് കണ്ട താഴേക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല കുത്തനെയുള്ള കയറ്റം തന്നെയാണിത്. ഇതാണ് പ്രശ്നം, കുത്തനെയുള്ള കയറ്റം. പോയി നോക്കാം. ഇപ്പോൾ 7 സ്ഥലം കഴിഞ്ഞു. 7 സ്ഥലം പകുതി ആയിട്ടുള്ളൂ. എൻ്റെ അമ്മ, ഒരു ഫ്രോഡുകളാ. എൻ്റെ പേരും പറഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക ഉടായിപ്പോൾ. ഗ്ലൂക്കോസ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞു. ഇതല്ല, ഇതിൻ്റെ അപ്പുറം കിടക്കും. ഞാൻ കിടക്കും, വെയിറ്റ് ചെയ്യും. എളുപ്പമല്ല കേട്ടോ എൻ്റെ പൊന്നോളെ. തിരിച്ച് 9ാം സ്ഥലം. യേശു 3ാം പ്രാവശ്യം വീഴുന്നു. ഞാൻ ഇതുവരെ വീണില്ല. അടിപൊളി. കയറാം.
ഇതിപ്പോൾ എത്രാമത്തെ സ്ഥലേ? 12 ആയിട്ടുള്ളൂ. 6-ാം സ്ഥലം കഴിഞ്ഞിട്ടാണ് ശരിക്കും കയറ്റം തുടങ്ങുന്നത്. നല്ല കുത്തനെ തന്നെയാണ് കയറ്റം. ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുത്ത് പോകാൻ കുഴപ്പമില്ല. തൊപ്പി നല്ല അലമ്പായിട്ട് കേട്ടോ. ഒരു വിധത്തിൽ 14ാമത്തെ സ്ഥലമാണ് കാണുന്നത്. അതായത് ഏറ്റവും മുകളിലല്ല, ഇത് കഴിഞ്ഞിട്ടൊരു കപ്പാളയുണ്ട് മുകളിൽ. അവിടെ നിന്നാണ് വ്യൂ കാണാം. എൻ്റെ മുകളിലത്തെ കപ്പോളയിലെത്തി. ഞാൻ ആദ്യം ഞാൻ തന്നെ എത്തിയിരിക്കുകയാണ്. ഇവരൊക്കെ ബാക്കിൽ ഇപ്പോൾ കണ്ട വളരെ ലാസ്റ്റ്. അപ്പോൾ ലുക്കിലല്ല കാര്യം, പണ്ടത്തെ വെറ്ററൻ ഫുട്ബോളറാണ് ഞാൻ. പൊളിച്ച് ആയി വാ. വ്യൂ നോക്കി, സെറ്റ് വ്യൂ ആണല്ലോ. അടിപൊളി. ഓ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലത്തുള്ള വ്യൂ. അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നേരം കഷ്ടപ്പെട്ട് വെറുതെ ഇല്ല. മൂന്ന് സൈഡിലേക്കും വ്യൂ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. വേസ്റ്റ് പറക്കുന്ന ആൾക്കാർ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ചെരുപ്പ് എടുത്തു, അത് ഉപയോഗിക്കുന്നു. അതാണ് ഇവന്മാരുടെ. ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ സമയം 6 മണി ആവാറാവുന്നു. ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ സമയത്തിൻ്റെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും 5:15 നമ്മൾ മുകളിൽ കയറിയത്. 5:15 വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. ചാലക്കുടിക്കാർ, എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് അഭിപ്രായം? നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈ ടൈമിൽ വന്നിരിക്കാൻ പറ്റും. നല്ല സ്ഥലം, ഒന്നും പറയാനില്ല. തള്ളൊന്നല്ല. എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്? ഞാൻ 3-ാമത്തെ പ്രാവശ്യം. ആരുടെ കൂടെ വന്നിട്ടുണ്ട്? ഫ്രണ്ട്സിന്റെ കൂടെ. ആദ്യത്തെ പ്രാവശ്യമാണ്. ചാലക്കുടി ഉണ്ടായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മല ഇറങ്ങി. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കും കിതച്ച് പട്ടിയായിട്ടാണ് വന്ന് കാറിൽ കയറിയത്. കാരണം തിരിച്ചു വന്നപ്പോഴേക്കും ഇരുട്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചങ്ങ് ഇറങ്ങി. അപ്പോൾ അത് കാല് മുട്ടൊക്കെ ഫീൽ ചെയ്യാൻ പറ്റണില്ല. ജാതി ഓട്ടമായിരുന്നു. എന്തായാലും അതുമാത്രം നല്ലൊരു ക്ഷീണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ മുകളിൽ നന്നായിട്ട്
ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അതാണ് സമയം വൈകാനും കാരണം. ആ വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ കൂടിയും കുറേ പേര് ടൂറിസ്റ്റ് ഇപ്പൊക്കെ വരുന്നു. അവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ ടൂറിസ്റ്റ് ആൾക്കാരാണ്, വന്ന് സ്ഥലം കാണാൻ വരുന്നവർ. അപ്പോൾ സ്ഥലം കാണാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 5 മണി 5:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങണം, താഴേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ലേറ്റ് ആവും. കാടിൻ്റെ ഉള്ളിൽ യാത്രയാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ അതന്നെ ഈ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ, അതായത് അവിടെ കാണാൻ വരുന്നവരൊക്കെ അതിൻ്റെ ഒരു വിശുദ്ധിയിൽ ആ സ്ഥലം നശിപ്പിക്കരുത് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം ദിവസവും അവിടെ കുർബാനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്, അതിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും. ഈ പറഞ്ഞ പോലെ ഈ കാലത്ത് ഉണ്ട് കേട്ടോ, കാലത്ത് ഈ പറഞ്ഞ പോലെ ഒരു 6 മണിക്കൊക്കെ നടന്ന് കയറി മുകളിൽ നല്ല വ്യൂ ആയിരിക്കും, കോടയും മഞ്ഞൊക്കെ ആയിരിക്കും. ഈവൺ ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് ചാലക്കുടിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളത്, ഇവിടെ തൊട്ടടുത്തുണ്ടായിട്ടും ഞാനൊന്നും ഇതുവരെ പോയിട്ടില്ല. എന്തായാലും പോകാൻ പറ്റി. അപ്പോൾ ബൈ, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ സ്റ്റേ ഹൈ, ലീവ് ഹൈ.